بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. محظورا انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا لا تجعل مع الله إلها آخر فتقعد مذموما مخذولا وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഒന്നൊഴിയാതെ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിക്കുവാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി അധ്വാനിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ മങ്കൂസ് മൗലിദ് സമീപനവും വസ്തുതയും എന്ന വിഷയമാണ് സംഘാടക സമിതി ഇവിടെ സംസാരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. ചില ആളുകളെങ്കിലും ചോദിച്ചെന്നിരിക്കും, തഖ്വയും തസ്കിയത്തും ഉൾക്കൊള്ളുന്ന പല വിഷയങ്ങളും ഉണ്ടായിട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള വിഷയമൊക്കെ എന്തിനാണ് ചർച്ചക്കെടുക്കുന്നത്? മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയല്ലേ എന്നൊക്കെ ശുദ്ധഗതിക്കാരായ ചില ആളുകൾ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. വാസ്തവത്തിൽ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മങ്കൂസ് മൗലിദിനെ വഴിവിട്ട് ന്യായീകരിക്കുകയും അത് പരിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും തെളിഞ്ഞിട്ടുള്ളതാണ്, അതിൽ യാതൊരു കുഴപ്പവുമില്ല, ഒരു 5 മിനിറ്റെങ്കിലും ദിവസവും മങ്കൂസ് ഓതിയില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ് എന്ന തരത്തിൽ മുസ്ലിം സമുദായത്തിൽ ചില മൗലവിമാർ, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള, ജനങ്ങൾ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാർ പറയുകയും അതിനു വേണ്ടി മാത്രം മങ്കൂസ് മൗലിദ് വിവരണവും നിവാരണവും എന്ന പേരിൽ
പരിപാടി തന്നെ സംഘടിപ്പിക്കുകയും ചെയ്ത ഒരു പ്രദേശത്താണ് അതിന് മറുപടി എന്നോണം, ഒരു വിശദീകരണം എന്നോണം ഇങ്ങനെയൊരു പരിപാടി നടത്താൻ ഈ പ്രദേശത്തെ സലഫി പ്രവർത്തകന്മാർ നിർബന്ധിതരായിട്ടുള്ളത്. മൗലിദുകളുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടെ കേരള മുസ്ലിമീങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകൾ ചൊല്ലുകയും ചെയ്യുന്ന മൗലിദാണ് മങ്കൂസ് എന്നൊരു പ്രത്യേകതയും ഇതിനുണ്ട്. ചില ആളുകളെങ്കിലും വിചാരിക്കുമ്പോൾ മറ്റു മൗലിദൊന്നും കുഴപ്പമില്ല, ഇത് മാത്രമാണല്ലേ കുഴപ്പം, മറ്റതൊക്കെ സത്യസന്ധമാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കാൻ ചിലരെങ്കിലും മുതിർന്നേക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ എല്ലാ മൗലിദുകളും പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ ഒരുപക്ഷെ ആഴ്ചകളോ മാസങ്ങളോ ഞാനിവിടെ പ്രസംഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുള്ളതും കൂടുതൽ ആളുകൾ ഓതുകയും ഓദിപ്പിക്കുകയും ചെയ്യുന്നതുമായ മൗലിദ് നാം ചർച്ചക്കെടുത്തു എന്ന് മാത്രം. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആഗമനത്തിന് മുമ്പ് മുസ്ലിം കേരളത്തിൽ വലിയ ഒരു വിഭാഗം ആളുകളും ഈ മൗലിദ് മനഃപ്പാടമുള്ളവരായിരുന്നു, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ. ഇശാ മഗ്‌രിബിനിടയിൽ ഒരു മങ്കൂസ് മൗലിദോ ഒരു മുഹിയത്തീൻ മാലയോ ചൊല്ലാത്ത ഒരു വീട് അപൂർവമായിരുന്നു എന്നാണ് അവർ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. ഖുർആനിലെ സൂറത്തുകൾ പഠിക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി പാമര ജനങ്ങൾ ഇത് പഠിക്കുകയും അത് പുണ്യമാണെന്ന് വിചാരിച്ച് നേർച്ചപ്പാട്ടാക്കി ചൊല്ലുകയും ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു 3/4 നൂറ്റാണ്ട് മുമ്പ് ഇവിടെ കഴിഞ്ഞു പോയത്. പക്ഷേ പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മുസ്ലിമീങ്ങളെ തിരിച്ചു വിളിച്ചുകൊണ്ടുള്ള കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെയും പിന്നീട് കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പ്രവർത്തനം ആളുകൾക്കിടയിൽ സ്വാധീനം നേടുകയും മാല മൗലീദുകൾ ജനങ്ങളിൽ വലിയൊരു വിഭാഗം കൈയൊഴിക്കുകയും ചെയ്യും. ഖുർആൻ പഠിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ആരോ ഏതോ കാലഘട്ടത്തിൽ എഴുതി കൂട്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള മാല മൗലീദുകളും ബെയ്ത്തുകളും പാട്ടുകളും ഒക്കെ നമ്മുടെ ഹിദായത്തിന് ആവശ്യമില്ലാത്തതാണ് എന്ന് സാധാരണക്കാർ പോലും തിരിച്ചറിയുകയും അത് ഒഴിവാക്കുകയും ചെയ്യും. പക്ഷേ മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കാരണം അന്നത്തെ പ്രധാന വരുമാന മാർഗം തന്നെ മാല മൗലീദുകളായിരുന്നു. മാല മൗലിദുകളിലൂടെ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓശാരപ്പണവും വരുമാനവുമായിരുന്നു പണ്ഡിതന്മാരുടെ അന്നത്തെ ജീവിതമാർഗം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മാല മൗലിദുകൾ പുനഃസ്ഥാപിച്ചേ അടങ്ങൂ എന്ന നിലക്ക് ഒറ്റക്കും കൂട്ടായുമുള്ള പരിശ്രമങ്ങൾ സമസ്തക്കാർ തുടങ്ങി. അതിന്റെ ഉദാഹരണമായിരുന്നു 1933 സമസ്ത ഫറോക്കിൽ വെച്ച് പാസാക്കിയ 8ാം പ്രമേയം. ആ 8ാം പ്രമേയത്തിൽ പറയുന്നത് കേരള മുസ്ലിമീങ്ങളിൽ അനേക കൊല്ലമായി നിരാക്ഷേപം നടന്നു വരുന്നതായ താഴെ പറയുന്ന സംഗതികൾ അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കളാൽ സ്ഥിരപ്പെടുത്തപ്പെട്ടവയാണെന്നും അത് തെറ്റാണെന്നോ ശിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും അവരെ ഖാളി സ്ഥാനത്തിനും ഖത്തീബ് സ്ഥാനത്തിനും പറ്റുകയില്ലെന്നും ഈ യോഗം തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 10-20 സംഗതികൾ ആ പ്രമേയത്തിൽ അവരെടുത്തു പറഞ്ഞിട്ടുണ്ട്. അതില് മരിച്ചവരെ നേരിട്ട് വിളിച്ച് ഇസ്തിഗാസ നടത്തുന്നുണ്ട്, മരിച്ചവരെ അടയാളരാക്കിയിട്ട് തവസ്സുൽ ചെയ്യുന്നതുണ്ട്, അതുപോലെ തന്നെ മരിച്ചവർക്ക് കോഴിയും ആടും നേർന്നിടുന്നതുണ്ട്, ഏലസും മുറുക്കും മൈക്കല്ലും പിഞ്ഞാണമെഴുത്തുമുണ്ട്, മരിച്ച വീട്ടിലുള്ള അനാചാരങ്ങളുണ്ട് ഒക്കെ പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ പറഞ്ഞു മുഹിയത്തീൻ മാല, മങ്കൂസ് മൗലിദ് പോലെയുള്ള പാട്ടുകൾ, ബദരിയത്ത് ബൈത്ത് പോലെയുള്ള വിരുദുകൾ അത് ഓതലും ഓദിക്കലും അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കളെ സ്ഥിരപ്പെട്ടതാണെന്നും അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ശിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും വല്ല മൗലവിമാരും അങ്ങനെ പറഞ്ഞാൽ പിന്നെ അവരെ പള്ളിയിൽ ഖാളിയായിട്ടോ ഖത്തീബായിട്ടോ നിർത്താൻ പാടില്ലെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സംഘടന യോഗം കൂടി പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു മുസ്ലിയാരുടെ പ്രസംഗത്തിൽ വന്ന നാക്കുപ്പഴയോ അല്ലെങ്കിൽ ലേഖനത്തിൽ വന്ന കയ്യബദ്ധമോ അല്ല ഇത്, ഒരു പണ്ഡിത സംഘടന യോഗം കൂടി പാസാക്കിയതാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പ്രമേയത്തെ ഇടയ്ക്കിടയ്ക്ക് ജീവൻ വെപ്പിക്കും. അതിന് സ്പിരിറ്റ് കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് 1983 മലപ്പുറം ജില്ലാ പണ്ഡിത സമ്മേളനം സുന്നി സമ്മേളനത്തിലെ പണ്ഡിത സംഗമം ഈ പ്രമേയം ആവർത്തിച്ചു പാസാക്കി ഒന്നുകൂടി അതിന് ജീവൻ വെപ്പിച്ചു ഒരു ഷോക്ക് കൊടുത്തു. അപ്പൊ മങ്കൂസ് മൗലിദ് ചൊല്ലാത്തവരും ചൊല്ലിക്കാത്തവരും സുന്നിയല്ല, തെറ്റാണെന്ന് പറയുന്നവൻ ഖാളിയാകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വിഷയം വളരെ ഗുരുതരമാണ്.
അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ പ്രസംഗങ്ങളിലൊക്കെ ഇത്തരം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ തുറന്നെതിർക്കുകയും ഈ പ്രമേയത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുസ്ലിയാക്കന്മാരെ സമസ്തക്കാരായാലും ദക്ഷിണക്കാരായാലും അവർ യഥാർത്ഥ ദീനിലേക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ഒരുപാട് ആളുകൾ അതിനെപ്പറ്റി ചിന്തിക്കുകയും ആ പറയുന്നതിൽ സത്യമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യും. ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ അവരിൽ പലർക്കും ധൈര്യമില്ലെങ്കിലും, കാരണം സമൂഹത്തിലെ ഭൂരിപക്ഷത്തെ എതിർത്ത് നിൽക്കാനോ മുസ്ലിയാക്കന്മാർ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു ഉരുട്ടിയാൽ അതിന് മറുപടി പറയാനോ ഒന്നും കഴിയാത്തത് കൊണ്ട് കുടുംബത്തിൽ ഒരു വിഷമം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് അപ്പുറത്ത് തന്നെ നിൽക്കാൻ അവരൊക്കെ മനസ്സ് പലപ്പോഴും നമ്മോടൊപ്പമാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഈ പ്രസ്ഥാനത്തിന് പുറത്തു നിൽക്കുന്നുണ്ട്. നാട്ടുകാരെ പേടിച്ച്, സമുദായത്തെ പേടിച്ച്, അളിയനെ പേടിച്ച്, അമ്മോശനെ പേടിച്ച്, അങ്ങനെ പലരെയും പേടിച്ച് പടച്ചോനെ മാത്രം അവർക്ക് പേടിയില്ലാത്തത് കൊണ്ട് അവരാ ശിർക്ക് ഖുറാഫാത്ത് തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തൽ ബാധ്യതയായി കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിശദീകരണം വെച്ചിട്ടുള്ളത്. ഏതെങ്കിലും പണ്ഡിതന്മാരെ ഇടിച്ചു താഴ്ത്താനോ അവരെ ആളുകൾക്കിടയിൽ കൊച്ചാക്കാനോ ഒന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ഏതു പണ്ഡിതനാകട്ടെ, അയാൾ എത്ര വലിയ ആളാകട്ടെ ചെറിയ ആളാകട്ടെ, ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്തത് പറഞ്ഞാൽ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ആ പറഞ്ഞത് തെറ്റാണെന്ന് പറയാനുള്ള ഒരാർജവും അത് ശരിയല്ലല്ലോ മൗലവി എന്ന് പറയാനുള്ള ഒരു തന്റേടം മുസ്ലിം ഉമ്മത്ത് കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആമുഖമായി പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. മങ്കൂസ് മൗലീദിന് 15ഓളം പരിഭാഷകൾ ഇതിനകം കേരളത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരൊന്നും ഞാനിപ്പോ വായിക്കാൻ നിൽക്കുന്നില്ല. ഈ അവസാനം ഇറങ്ങിയിട്ടുള്ള ഒരു പരിഭാഷയാണ് KV അബ്ദുള്ള ഫൈസിയുടെ പരിഭാഷ. സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി കടലുണ്ടി ആണ് ഇതിന് അവതാരിക എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് എത്ര ക്യാരറ്റ് ദുനിയ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അങ്ങനത്തെ ഒരു ഇതില് ഇതുവരെയുള്ള പരിഭാഷകളെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പരിഭാഷകൾ നിരന്തരം ഇറക്കിക്കൊണ്ട് ഈ പരിഭാഷക്ക് അവതാരിക എഴുതിയ ആൾ പറഞ്ഞ് ഓരോ വിശ്വാസിയും ഇത് പഠിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ അത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളെ കൊണ്ട് ഇല്ലാത്ത പോരിശകൾ പറഞ്ഞ് ഇത് നടത്തി ചെയ്യിക്കുന്ന ഒരു ശീലം മുസ്ലിയാക്കന്മാർ ഒന്നുകൂടി ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന ഫലമായി ഒരുപാട് ആളുകൾ പാളയം വിട്ട് പുറത്തു പോവുകയും മൗലിദ് ആഘോഷത്തൊക്കെ വിട്ടുനിൽക്കുകയും ചെയ്തപ്പോ ഇക്കഴിഞ്ഞ വർഷത്തിൽ ദക്ഷിണ കേരളക്കാരും സമസ്ത കേരളക്കാരും കൂടി വാശിയോടുകൂടിയാണ് കഴിഞ്ഞ മൗലിദ് ആഘോഷം കൊണ്ടാടിയത്. എന്തൊരു വാശി, എന്തൊരു ഐക്യം! AP, EK, ആനയും ടൈഗറും ദക്ഷിണയും എല്ലാവരും ഒരുമിച്ചായിരുന്നു കഴിഞ്ഞ തവണത്തെ മൗലിദ് ആഘോഷം. എന്തിനായത്? കൊല്ലം കൊല്ലം പ്രവാചക സ്നേഹത്തിന്റെ ഡിഗ്രി കൂടുന്നത് കൊണ്ടല്ല, പ്രവാചക സ്നേഹം വർദ്ധിച്ചു തുളുമ്പുന്നത് കൊണ്ടല്ല, പിന്നെയോ സലഫി വിരോധം കൂടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എത്ര പ്രസംഗിച്ചിട്ടും ഞങ്ങൾ തളർന്നിട്ടില്ല, ഞങ്ങളങ്ങനെ തളരുകയില്ല എന്ന് യാക്കൗമിനെ മുമ്പിൽ നിർത്തി ഞങ്ങൾക്ക് മറുപടി തരാനാണ് മുസ്ലിയാക്കന്മാരുടെ ഉദ്ദേശം. അല്ലാതെ നബിയോടുള്ള സ്നേഹം കഴിഞ്ഞ കൊല്ലത്തെക്കാൾ ഇക്കൊല്ലം കൂടിയതല്ല. വിരോധികളോടുള്ള പകതീർക്കലാണ് വാസ്തവത്തിൽ കഴിഞ്ഞ മൗലിദ് ആഘോഷത്തിൽ എമ്പാടും നമുക്ക് കാണുവാൻ സാധിച്ചത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പകതീർക്കലിനോ വാശി തീർക്കലിനോ ഒന്നും മറുപടി പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഉള്ളതുപോലെ വളച്ചുകെട്ടില്ലാതെ ഞങ്ങൾ ജനങ്ങളോട് പറയും. ദീൻ എന്ന് പറഞ്ഞാൽ നമ്മുടേതല്ല, അല്ലാഹുവിന്റേതാണ്. അത് കൂട്ടാനോ കുറക്കാനോ ഉള്ളത് അല്പം മാറ്റം വരുത്തി ഭേദഗതി വരുത്താനോ നമുക്ക് ആർക്കും അവകാശമില്ലാത്തത് കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ നിലപാടുകൾ ജനങ്ങളോട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു പ്രസംഗം നടത്തേണ്ടി വന്നത്. എന്താണ് വാസ്തവത്തിൽ മൗലിദ് ആഘോഷത്തിന്റെ ഇസ്ലാമിക വിധി എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും അത് ഒന്നുകിൽ ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ അതില്ല, റസൂലുള്ളാഹിയുടെ ഹദീസിൽ അതില്ല. അതുകൊണ്ട് തന്നെ ഒരു തനിച്ച ബിദ്അത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അല്ലെങ്കിൽ സഹാബത്തിന്റെ കാലത്ത് ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നുവെന്ന് ഒരൊറ്റ ഹദീസ് കൊണ്ടും തെളിയിക്കാൻ ഇന്നേവരാർക്കും സാധിച്ചിട്ടില്ല. മുസ്ലിം സംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണല്ലോ ഇത്. അഭിപ്രായ വ്യത്യാസം ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കിക്കൊണ്ടാണ് പരിഹരിക്കേണ്ടത് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഇവിടെ മുജാഹിദുകൾ മാത്രമാണ്
ഇത് തനിച്ച ബിദ്അത്താണ്, ആചരിക്കാൻ പാടില്ലാത്തതാണ്, അതിനോട് സഹകരിക്കാൻ പോലും പാടില്ലാത്തതാണ് എന്ന് കണിശമായി പറയുന്ന ഒരേ വിഭാഗം. അതേ സമയത്ത് ഇവിടുത്തെ സമസ്തക്കാരിൽ ഏത് ഗ്രൂപ്പായാലും മൗലിദിനെ അനുകൂലിക്കുകയാണ്. ദക്ഷിണ കേരള ജംഇയ്യത്തുൽമയിൽപ്പെട്ട പല പണ്ഡിതന്മാരും ഇതിനൊന്നും വലിയ താല്പര്യം കാണിച്ചിരുന്നില്ലെങ്കിലും ഈയിടെയായിട്ട് കുറച്ച് താല്പര്യം കൂടുകയും സംസ്ഥാന സെക്രട്ടറിയൊക്കെ കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തി ഞങ്ങൾ മങ്കൂസിന്റെ ആള് തന്നെയാണ് കേട്ടോ എന്ന് സാധാരണക്കാരെ ധരിപ്പിക്കാനും ദക്ഷിണ കേരള ജംഇയ്യത്തുൽമയിൽ ചില ആളുകൾ ഇപ്പോൾ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തകരും ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇതിനൊക്കെ ചാഞ്ഞും ചെരിഞ്ഞും സപ്പോർട്ട് നിൽക്കുന്നവരാണ്. കാഞ്ഞാർ മൂസ മൗലാനിയെ സംബന്ധിച്ച് ഈസാ മൗലവി എഴുതിയതെന്താ? ചില അഭിനവ മൗലവിമാർ മൗലീദിനെ എതിർക്കുന്നുവെന്ന് കേട്ടപ്പോൾ ഷെയ്ഖ് അവർ മൗലാന എല്ലാ വർഷവും തന്റെ പണ്ഡിത സുഹൃത്തുക്കളെ വീട്ടിൽ വിളിച്ചു വരുത്തി കെങ്കേമമായി മൗലീദ് കൊണ്ടാടാറുണ്ടായിരുന്നു എന്ന് ദാഇയ മില്ലത്ത് എന്ന അനുസ്മരണ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ മൂസ മൗലാന പോലും മൗലീദിന്റെ ആളാണ് എന്ന് ആളുകളെ ധരിപ്പിച്ചുകൊണ്ട് അത് നിലനിർത്താൻ തന്നെയാണ് തബ്ലീഗ് ജമാഅത്തും യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ളത് മതത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. മുഖം മൂടി ഇപ്പൊ അവർ തന്നെ വലിച്ചു ചീന്തി മിനിഞ്ഞാന്ന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോ ആണും പെണ്ണും കെട്ടത് എന്ന് പറഞ്ഞതുപോലെ രാഷ്ട്രീയ പാർട്ടിയല്ല, മതസംഘടനയല്ല എന്ന പരുവത്തിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ശാഖാപരവും നിസ്സാരവുമായ കാര്യങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആർക്ക് വോട്ട് ചെയ്യണം, ആരാണ് ഇവിടെ ഭരിക്കേണ്ടത് എന്ന രാഷ്ട്രീയമാണ് അവരെ മുഖ്യ വിഷയം. മതത്തിൽ നിങ്ങൾ എന്തായാലും കുഴപ്പമില്ല, രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടും മദ്ഹബ് പാടില്ല, ഒരൊറ്റ മദ്ഹബേ പാടുള്ളൂ. മതത്തിൽ നിങ്ങൾക്ക് 10 മദ്ഹബ് ഉണ്ടായാലും നമുക്ക് പ്രശ്നമില്ല. ഞങ്ങളിൽ ഷാഫിയുണ്ട്, ഞങ്ങൾ ഹനഫിയുണ്ട്, ഞങ്ങൾ ഹംബലിയുണ്ട്, ഞങ്ങൾ ബറേലവിയുണ്ട്, ഷിയത്തിൽ കൂടി ഞങ്ങൾക്ക് അനുഭാവികളുണ്ട്, അഹ്ലുൽ ഹദീസിൽ ഞങ്ങൾക്ക് അനുഭാവികളുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിൽ ഒറ്റ മദ്ഹബേ പാടുള്ളൂ. അതാണ് ജമാഅത്തെ ഇസ്ലാമി. അവരെ നമുക്ക് തൽക്കാലം വിട്ടേക്കാം, അങ്ങനെ വിഭാഗം അവിടെ ഇല്ലാന്ന് വിചാരിച്ചാൽ മതി. ബാക്കിയുള്ള ദീനീ സംഘടനകളെ സംബന്ധിച്ച് പറയുമ്പോ തർക്കപ്രശ്നങ്ങൾ വന്നാൽ അല്ലാഹുവിലേക്ക് മടക്കണം, അഥവാ അള്ളാഹിന്റെ കിതാബിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം, അഥവാ പ്രവാചക ചര്യയിലേക്ക് മടക്കണം. എന്നാൽ ഖുർആൻ നിങ്ങൾ പരിശോധിച്ചോ? റബീഉൽ അവ്വൽ എന്തെങ്കിലും പ്രാധാന്യം പറയുന്ന ആയത്ത് ഖുർആനിലുണ്ടോ? ഇല്ല. 4 മാസങ്ങൾ പവിത്രമാണെന്ന് പറഞ്ഞു. ആ മാസം 4 ഏതാണെന്ന് ഹജ്ജത്തുൽ വിദായിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. എന്താ പറഞ്ഞത്? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്. പിന്നെ ഒരു മാസത്തിന് ഖുർആൻ പ്രാധാന്യം കൽപ്പിച്ച റമളാൻ. ഈ 5 മാസത്തിലും റബീഉൽ അവ്വൽ ഇല്ല. ഇനി ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആയിരക്കണക്കിന് ഹദീസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏതിലെങ്കിലും ബാബു ഫളി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിന്റെ ശ്രേഷ്ഠത പറയുന്ന ഒരു അധ്യായം എന്നത് ഒരൊറ്റ ഹദീസിന്റെ കിതാബിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. പക്ഷേ മൗലിദ് വാദികൾ എന്ന് പറഞ്ഞ് ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ള രാത്രിയാണ് റസൂലിനെ പ്രസവിച്ച രാത്രിയെന്നും 2 പെരുന്നാളുകളെക്കാൾ വലിയ ആഘോഷമാണ് മുസ്ലിമീങ്ങൾക്ക് ഈ മൗലിദ് ആഘോഷമെന്നും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു സാധാരണക്കാരൻ ചോദിച്ചു, അല്ല മുസ്ലിയാരെ, ഈ 2 പെരുന്നാൾ ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹയേക്കാളും വലിയ ആഘോഷമാണെങ്കിൽ അതിന്റെ ആദാബുകളെ സംബന്ധിച്ചൊക്കെ ഫിഖഹിന്റെ കിതാബിലും ഹദീസ് പണ്ഡിതന്മാരൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ. പെരുന്നാളിന്റെ ആദാബുകൾ എന്തൊക്കെയാണ്? രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് വൃത്തിയായി സുഗന്ധം പൂശി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഈദ്ഗാഹിലേക്ക് പോകണം, തക്ബീർ ചൊല്ലണം, പെരുന്നാളിന് പ്രത്യേക 2 റക്അത്ത് നമസ്കരിക്കണം, ഖുതുബ ശ്രദ്ധിക്കണം, പോകുന്ന വഴിയൊന്ന് വരുന്ന വഴി വേറൊന്ന്, കുടുംബങ്ങളെ സന്ദർശിക്കണം, അല്ലേ? റമളാൻ കഴിഞ്ഞിട്ടുള്ള ഈദുൽ ഫിത്ർ ആണെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ട് വേണം നിസ്കരിക്കാൻ വേണ്ടി പോവാൻ. ഈദുൽ അദ്ഹയാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞാൽ ഉദ്ഹിയ്യത്ത് അറുക്കണം. ഇങ്ങനെയുള്ള ആദാബുകളൊക്കെ കിതാബുകളിലുണ്ടെന്ന ഇതിന്റെ ആദാബുകൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. അപ്പൊ അങ്ങനെ ഒരു സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ സഹാബത്തിന്റെ കാലത്തോ ഉണ്ടായിരുന്നില്ല. 40-ാമത്തെ വയസ്സിൽ വഹയി കിട്ടി 63-ാമത്തെ വയസ്സിൽ വഫാത്തായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 22 റബീഉൽ അവ്വൽ ജീവിച്ചില്ലേ നബിയായിട്ട്? ഒരൊറ്റ റബീഉൽ അവ്വലെങ്കിലും ആഘോഷിച്ചോ? ഇന്നത്തെ പോലെ വിപുലമായി കൊണ്ടാടിയത് നിങ്ങൾ തെളിയിക്കേണ്ടതില്ല. വളരെ ലളിതമായി കൊണ്ടാടിയത്. ഉദാഹരണം, 10 കാരക്ക വാങ്ങി 20 കഷ്ടമാക്കിയിട്ട് സഹാബത്തിന് കൊടുത്തു എങ്കിൽ നമുക്ക് അന്നദാനം നടത്താൻ അത് തന്നെ തെളിയുമതി. റബീഉൽ അവ്വൽ മാസം 5 വക്ത് മസ്ജിദ് നബവിയിൽ വരുമ്പോ റബീഉൽ അവ്വലല്ലേ റസൂലുള്ളാഹിന്റെ പ്രത്യേകം സലാത്ത് ചൊല്ലിക്കളയാൻ വിചാരിച്ച 5 സലാത്ത് ചൊല്ലിയാൽ അത് മതിയായിരുന്നു നമുക്ക്. അല്ലെങ്കിൽ ഒരു പ്രത്യേക ദാനധർമ്മം റസൂലോ സഹാബത്തോ റബീഉൽ അവ്വലിന്റെ പേരിൽ നടത്തിയോ? നബിയെ സഹാബത്ത് മദ്ഹ് ചെയ്തതാണ് ഇപ്പോൾ വലിയ കാര്യമായിട്ട് മുസ്ലിയാക്കന്മാർ എടുത്തു പറയുന്നത്. ശരി, റബീഉൽ അവ്വലിൽ ഒരു പ്രത്യേക മദ്ഹ് പറച്ചിൽ സംഘടിപ്പിച്ചിട്ടുണ്ടോ? അതാണ് തെളിയിക്കേണ്ടത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പ്രശംസിച്ചതും സഹാബികൾ നബിയെ പ്രശംസിച്ചതും എടുത്തു പറഞ്ഞിട്ട് അതാണ് മൗലിദ് പറഞ്ഞിട്ട് മദ്ഹിനെ മൗലിദാക്കി അട്ടിമറിക്കുന്ന പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്തുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ ഹസ്സാൻ ബിൻ സാബിത്തോ കഅബ് ബിൻ സുഹൈറോ അബൂബക്കർ സിദ്ദീഖ് ആരാകട്ടെ പ്രത്യേകം ഒരു മദ്ഹ് പറച്ചിൽ സംഘടിപ്പിച്ചിട്ടുണ്ടോ? അന്ന് പ്രത്യേക അന്നദാനം നടത്തിയിട്ടുണ്ടോ? ഇല്ല എന്നതാണ് മറുപടിയെങ്കിൽ അതിനാണ് തനിച്ച ബിദ്അത്ത് എന്ന് പറയാം. മതത്തിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട ബിദ്അത്ത്. സിദ്ദീഖുൽ അക്ബർ ഭരണം നടത്തി, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണം നടത്തി, അലി ഇബ്നു അബീ താലിബ് ഭരണം നടത്തി. 30 കൊല്ലത്തോളം ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണകാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 അമ്മോശന്മാര് 2 പുതിയാപ്പിളമാരാ ഖലീഫമാര് അല്ലേ? സിദ്ദീഖുൽ അക്ബർ ആയിഷ റളിയല്ലാഹുവിന്റെ ഒപ്പയാണ്, ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് റളിയല്ലാഹുവിന്റെ ഒപ്പയാണ്. പിന്നെയുള്ള ഉസ്മാൻ റളിയല്ലാഹു 2 മക്കളെ കല്യാണം കഴിച്ച ആളാണ്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബിവിയെ കല്യാണം കഴിച്ച ആളാണ്. കുടുംബ ബന്ധവുമുണ്ട്, ദീനീ ബന്ധവുമുണ്ട്. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നായകന്മാരും. സാമ്പത്തികമായി പ്രയാസപ്പെട്ട ഒരു കാലമല്ല ഖിലാഫത്തുൽ അർബഅയുടെ കാലം. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവുകയും റോമാ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ പോലും കീഴടങ്ങുകയും സാമ്പത്തിക രംഗത്ത് മുസ്ലിമീങ്ങൾ വളരെ ഉയർന്നു പോവുകയും ചെയ്തു. ഒരു ചെറിയ കൽപ്പന കൊടുത്താൽ പ്രയാസരഹിതമായി റസൂലുള്ളാഹിന്റെ മൗലിദ് കൊണ്ടാടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. വേണ്ട, ഈ നബി ദിനം ഉൾക്കൊള്ളുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ ഇവരെ പള്ളികളിൽ നടക്കുന്ന ഖുത്ബയുണ്ടല്ലോ, നുബാത്തി ഖുത്ബ, അതിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തെക്കുറിച്ച് ഒരൊറ്റ ഖുത്ബ പോലും ഇല്ല. അതേസമയം റസൂലുള്ളാഹിന്റെ വഫാത്തിനെ സംബന്ധിച്ച് 2 ഖുത്ബയുണ്ട്. റസൂലുള്ള മരിച്ചെന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെക്കുറിച്ചും ഗൗരവമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫാത്തിമ ബീബി കരഞ്ഞത്, ആയിഷ ബീബി കരഞ്ഞത്, ഹസനും ഹുസൈനും കരഞ്ഞത് നുബാത്തി ഖുത്ബയിൽ കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനത്തിന് എന്തെങ്കിലും പ്രാധാന്യമുള്ളതായി നുബാത്തി ഖുത്ബയിൽ പോലുമില്ല. 4 ഇമാമിങ്ങളെ കിതാബ് നിങ്ങൾ എടുത്തു നോക്കുക, അതിൽ ഏതിനെങ്കിലും മൗലിദിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇമാം അബൂ ഹനീഫയുടെ കിതാബിലുണ്ടോ? ഇമാം മാലിക്കിന്റെ കിതാബിലുണ്ടോ? ഇമാം അഹ്മദ് എന്നവരിലുണ്ടോ? ഇമാം ഷാഫി എന്നൊരു കിതാബിലുണ്ടോ? അവരാരും അത് അറിയുന്നില്ല. അപ്പോൾ മുസ്ലിയാക്കന്മാരുടെ അതിൽ ബടാ ചോദ്യമുണ്ട്, അവരാരെങ്കിലും മൗലിദ് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ കാലഘട്ടത്തിൽ മൗലിദ് ഇല്ലല്ലോ, പിന്നെ അത് ചെയ്യണ്ടെന്ന് പറയേണ്ട കാര്യം എന്താ? വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് പേരെടുത്ത് നിരോധിക്കണോ അവര്? അതവരെ പരിപാടിപ്പെട്ടതല്ലല്ലോ. ഖുർആൻ പോലും വരാനിരിക്കുന്ന പല ബിദ്അത്തുകളെയും പേരെടുത്ത് എതിർത്തിട്ടില്ല. ചില മുസ്ലിയാക്കന്മാർ ചോദിക്കാതെ നബിദിനം ഹറാമാകുന്നു ആയത്തുണ്ടോ? അങ്ങനെ ആയത്തുണ്ടാവോ? ഇപ്പൊ ഷിയാക്കൾ എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്? മുഹറം ആഘോഷം തനിച്ച ബിദ്അത്തല്ലേ? എന്നാ ഒരു ഷിയ വിശ്വാസക്കാരൻ ചോദിക്കാണ്, മുഹറം മാസത്തിലെ കർബല ആഘോഷം ഹറാമാകുന്നു എന്ന ആയത്തുണ്ടോ? ആയത്ത് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. ഒരാൾ 6 വഖ്ത് നിസ്കരിക്കാൻ തുടങ്ങി, എന്നിട്ട് അയാൾ പറയാണ് 6 വഖ്ത് നിസ്കരിക്കൽ ഹറാമാകുന്നു എന്ന ആയത്തുണ്ടോ? അങ്ങനെ ആയത്തുണ്ടാവോ? ഒരാൾ മഗ്രിബ് 4 റക്അത്ത് നിസ്കരിക്കുക, അത് പാടില്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ 4 റക്അത്ത് നിസ്കരിക്കൽ ഹറാമാകുന്നു എന്ന ആയത്തുണ്ടോ? അങ്ങനെ ആയത്തുണ്ടാവോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് വരാനിരിക്കുന്ന കാര്യങ്ങളെ പേരെടുത്ത് വിമർശിച്ച് ഹറാമാക്കുന്ന സമ്പ്രദായം ഖുർആനിലില്ല. ഞാനൊരു സ്ഥലത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു നാക്കുപ്പഴ സംഭവിച്ചു പോയി. അതായത് വരാനിരിക്കുന്ന ഇവരിങ്ങനെ കുറെ കാലം കഴിഞ്ഞ് സ്ത്രീധനത്തെ കുറിച്ച് പറഞ്ഞപ്പോ, സ്ത്രീധനം എന്നൊരു പുതിയ ആചാരം ഇവർ കൊണ്ടുവരും എന്ന് വിചാരിച്ച് അള്ളാഹു നേരത്തെ തന്നെ പേരെടുത്തതിനെ വിമർശിക്കണമോ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞപ്പോ എന്തായി, ഇങ്ങനെ സ്ത്രീധനം ഉണ്ടാക്കുന്ന അള്ളാഹ്ക്ക് അറിയോ എന്നായിപ്പോയി. എന്റെ നാക്ക് പറ്റിയ പിഴവാണ്. അത് ക്ലിപ്പാക്കിയിട്ട് മുസ്ലിയാക്കന്മാർ കണ്ട അള്ളാഹ്ക്ക് ഒരു റൈബറില്ലെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഇങ്ങനെ വളരെ ചീപ്പായ നിലക്ക് മുസ്ലിയാക്കന്മാർ ഇതൊക്കെ ഉപയോഗപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലോ പരിശുദ്ധ ഖുർആനിലോ വരാനിരിക്കുന്ന ബിദ്അത്തുകളെ പേരെടുത്ത് വിമർശിച്ച് ഹറാമാക്കണം, എന്നാലേ ഞങ്ങളത് അംഗീകരിക്കൂ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഒരു ബിദ്അത്തിനും നമുക്ക് എതിർക്കാൻ കഴിയില്ല. ചില ചോദിക്കാണ്, ഇപ്പോ കള്ളുകുടി, ചൂതാട്ടം, വ്യഭിചാരം ഇതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞില്ലേ, എന്നാ മൗലിദ് ഹറാമാണെന്ന് ഖുർആനിൽ എന്താ പറയാത്തേ? നോക്കണം. ഈ രൂപത്തിലുള്ള ന്യായീകരണങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിസ്കാരം 6 വഖ്ത് ഹറാമെന്ന് ഖുർആനിലുണ്ടോ? ഇല്ലല്ലോ. എന്തേ കാരണം? 5 വഖ്താ നബി നിസ്കരിച്ച് കാണിച്ചു തന്നത്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചത് അതുപോലെ നിസ്കരിക്കണം എന്നാ പഠിപ്പിച്ചത്. ഇങ്ങനെയാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീനാ. മൗലിദ് ബിദ്അത്താണില്ല. ഏതാ ആയത്ത്? ചെയ്യ ആയത്താ. എല്ലാ ബിദ്അത്തിലും എതിർക്കുന്ന ആയത്താണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, വഹിയാവിന്റെ അനുഗ്രഹം സമ്പൂർണ്ണമാക്കിയിരിക്കുന്നു, ഇസ്ലാമിനെ ഞാനിതാ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ ആയത്ത്.
ആ ആയത്തിറങ്ങുന്ന കാലത്ത് ഇസ്ലാമിൽ മൗലിദുണ്ടോ? ഇല്ലല്ലോ. അന്ന് അത് വഹി പൂർത്തിയായി. ഈ വഹി വരാനില്ല, ഇനി ഒരു നബി വരാനില്ല. ഇസ്ലാം പൂർത്തിയായി സഹാബത്തിന്റെ കയ്യിൽ സത്യസമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ യോഗത്തോട് യാത്ര പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ വ്യക്തമായി തന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തോ കാണിച്ചു തരാത്തതാണിത്. ഞങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണെന്ന് ഊറ്റം കൊള്ളുന്നവരോട് ചോദിക്കട്ടെ, എന്താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിർവചനം? അസുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ് വൽ ജമാഅത്തു മത്തഫഖ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖിലാഫത്തിൽ അഇമ്മത്തിൽ അർബഅ. അസുന്ന എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ശരിയാക്കിയത്. 40-ാമത്തെ വയസ്സ് 63-ാമത്തെ വയസ്സിൽ അവിടുന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതും അംഗീകരിച്ചതുമായ കാര്യങ്ങൾ. പിന്നെയോ സഹാബത്ത് 4 ഖലീഫമാരുടെ കാലത്ത് ഐക്യകണ്ഠേനയെടുത്ത തീരുമാനങ്ങൾ. ഇത് രണ്ടിനെയും അവലംബമാക്കി ജീവിക്കുന്നവർക്ക് പറയുന്ന പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അപ്പോൾ മുസ്ലിം സമുദായത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പോ മുസ്ലിയാക്കന്മാര് റസൂൽ ചെയ്തതും സഹാബത്ത് ചെയ്തൊന്നും തെളിയിക്കാൻ കഴിയില്ല. എന്നിട്ടോ നമുക്ക് ഇമാമിങ്ങളെ കിതാബിലുണ്ട്, അത് മതി. ഇമാമിങ്ങളെ കിതാബ് ദീനിൽ തെളിവാണോ? അല്ല. ഇമാമിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ വാക്ക് ദീനിൽ തെളിവാണ്? പറഞ്ഞിട്ടില്ല. അവരൊക്കെ പറഞ്ഞത് കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം എന്നാണ്. കിതാബിനും സുന്നത്തിനുമെതിരായി ഞങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ കണ്ടാൽ ഞങ്ങളുടെ വാക്ക് നിങ്ങൾ വലിച്ചെറിയണം, നിങ്ങൾ കിതാബും സുന്നത്തും പിന്തുടരണമെന്നാണ് ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. സുയൂത്തി പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞങ്ങളെ തെളിവ്. അദ്ദേഹം 10-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ സുയൂത്തി എന്താ പറഞ്ഞത്? ഹുസ്നുൽ മഖ്സദ് ഫി അമലിൽ മൗലിദ് എന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ഹാവിയിലത് കാണാം, ശിഷ്യന്മാരിച്ചത് ക്രോഡീകരിച്ചതാ. അദ്ദേഹം പറയാണ്, അന്ന അസറ അമലിൽ മൗലിദി അല്ലദീ ഹുവ ഇജ്തിമാഉൻ നാസ് വ ഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ വ റിവായത്തുൽ അഖ്ബാരിൽ വാരിദ ഫി മബ്ദഇ അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ ഒരുമിച്ച് കൂടുക, ഖുർആൻ അല്പം ഓതുക, റസൂലുള്ളാഹിന്റെ തുടക്കത്തെക്കുറിച്ചുള്ള ചില റിപ്പോർട്ടുകൾ വായിക്കുക, വമാ വഖഅഫി മൗലിദി മിനൽ ആയാത്ത്, നബിയുടെ ജന്നത്തിലുണ്ടായ ദൃഷ്ടാന്തങ്ങളുമായി ബന്ധപ്പെട്ട റിവായത്തുകൾ വായിക്കുക, തുമ്മ യുമസ്സുലഹും സിഫാത്ത്, പിന്നെ സുപ്രവിരിക്കുക, യഅകുലൂനഹു എന്നിട്ട് തിന്നുക, വയൻസരിഫുൻ പോവുക, മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, അതിൽ ഒന്നും കൂട്ടാൻ പാടില്ല. എന്നാൽ ഹുവ മിനൽ ബിദഇൽ ഹസന, അത് ബിദഅത്താണ്, പക്ഷെ നല്ല ബിദഅത്താണ്. കണ്ടോ? അപ്പൊ സുയൂത്തി ന്യായീകരിക്കാൻ ശ്രമിച്ച സുയൂത്തിക്ക് പോലും സുന്നത്താണെന്ന് പറയാൻ ധൈര്യം കിട്ടുന്നില്ല. അത് ബിദഅത്തുൽ ഹസനത്താണ് എന്നാ പറഞ്ഞത്. ബിദഅത്ത് എന്ന് പറഞ്ഞ മതത്തിൽ പുതുതായി കടത്തിക്കൂട്ടിയത്. അത് പിന്നെ രണ്ടെണ്ണം ഉണ്ടാകും. മതത്തിൽ കടത്തിക്കൂട്ടപ്പെട്ടതെല്ലാം വലാലത്താണ്. കുല്ലു ബിദഅത്തിൻ വലാല, എല്ലാ പ്രസംഗത്തിലും കൊണ്ട് പഠിപ്പിച്ച കാര്യമാണ്. ദുനിയാവിലുണ്ടാകുന്ന പുതിയ കാര്യങ്ങൾക്കും ഭാഷയിൽ ബിദഅത്തെന്ന് പറയാം. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനത്തെ ട്യൂബ് ലൈറ്റോ ഇങ്ങനത്തെ മൈക്കോ ഒന്നുമില്ല. ഇതൊക്കെ ദുനിയാവിലെ ബിദഅത്തുകളാണ്. നമ്മൾ കാറിൽ കയറുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കയറാത്ത വണ്ടിയിലാണല്ലോ ഞാൻ കയറുന്നത്. നമുക്കൊരു വിഷമമല്ല, കാരണം ദുനിയാവിലെ പുതിയതാ. ദുനിയാവിൽ പുതിയതുണ്ടാകാം, പക്ഷെ ദീനിൽ പുതിയതുണ്ടാകാൻ പാടില്ല. ദുനിയാവിലെ പുതിയതിനെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ നല്ല ബിദഅത്ത് എന്ന് പറയാം. പക്ഷെ ദീനിലുള്ള ബിദഅത്ത് കുല്ലു ബിദഅത്തിൻ ദലാല വ കുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദഅത്തും ദലാലത്താണ്, എല്ലാ ദലാലത്തും നരകത്തിലാണെന്ന് ഓരോ ഖുതുബയുടെ ആമുഖത്തിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഫഇന്ന ശർറൽ ഉമൂരി മുഹദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് മതത്തിൽ പുതുതായി കടത്തിക്കൊണ്ടപ്പെട്ട കാര്യമാണ്. അപ്പൊ ബിദഅത്തുൽ ഹസനത്തി എന്നൊരു വിഭാഗം തന്നെ ഇല്ല മതത്തിന്റെ കാര്യത്തിൽ. ദുനിയാവിലെ കാര്യത്തിൽ ബിദഅത്തുൽ ഹസനത്ത് ഉണ്ടാകാം, പക്ഷെ സുയൂത്തി ബിദഅത്തുൽ ഹസനത്താണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. പക്ഷേ റസൂൽ കൊണ്ടാടിയതോ സഹാബത്ത് ആഘോഷ തെളിവ് പറയാൻ സാധിച്ചോ? സാധിച്ചില്ല. അതുപോലെ ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ? വഖദ് സുഇല ശൈഖുൽ ഇസ്ലാം ഹാസിബുൽ അസർ അബുൽ ഫളൽ അഹ്മദ് ബിൻ ഹജർ عن عمل المولد فأجاب بما نصه أصل عمل المولد بدعة. മൗലിദ് കഴിക്കുക എന്നതിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. ലം തുൻകൽ അൻ അഹദിൻ മിന സലഫി സാലിഹ് മിനൽ ഖുറൂനി സലാസ, ആദ്യത്തെ 3 നൂറ്റാണ്ടിലെ സലഫ് സാലിഹുകളിൽ ഒരാളിൽ നിന്നും മൗലിദ് കൊണ്ടാടിയത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഒരൊറ്റ മനുഷ്യൻ. ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ജീവിച്ചവർ ഖൈറു ഉമ്മത്തി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും, എന്റെ സമുദായത്തിലെ ഏറ്റവും ഉത്തമന്മാർ എന്റെ കൂടെ ജീവിച്ച തലമുറ. ആരാ? പ്രവാചകന്റെ കൂടെ ജീവിച്ച തലമുറ, സഹാബത്ത്. പിന്നെ അതിലെടുത്തവർ താബിഉകൾ, പിന്നെ അടുത്ത താബിഈങ്ങൾ. ഈ 3 തലമുറയിൽ നിന്ന് ഒരാളും ആഘോഷിച്ചതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന്
ആര് പറഞ്ഞു? അസ്കലാനി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയും, എന്നാലും എനിക്ക് ചില അസിൽ അതിന് തോന്നുന്നുണ്ട്. സഹാബത്തിന് തിരിയാത്ത, താബീങ്ങൾക്ക് തിരിയാത്ത, താബീങ്ങൾക്ക് തിരിയാത്ത അസില് അസ്കലാനിക്ക് തിരിഞ്ഞാൽ നമ്മൾ ഏതാണ് കണ്ടത്? ഈ 3 നൂറ്റാണ്ടിലെ സലഫ് സാലിഹ്യങ്ങളെക്കാളും വലിയ ആളാണോ അസ്കലാനി? അല്ല. അതിനേക്കാളും വലിയ ആളാണോ സുയൂത്തി? അല്ല. അതിനേക്കാളും വലിയ ആളാണോ ഹൈത്തമി? അല്ല. ഇവിടെ ദക്ഷിണക്കാരന്റെ മുസ്ലിയാർ ഇവിടെയും പരിസരങ്ങളിലൊക്കെ തെക്കൻ കേരളത്തിലൊക്കെ മൗലീദും വലിയ സത്യസമ്പൂർണമാണ് മങ്കൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രസംഗിച്ച് നടക്കുന്ന ഒരു മൗലവി. അയാൾ പറയുന്നത് എന്താണെന്നറിയോ? സുന്നത്താണെന്ന് ഹൈത്തമി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്താ തെളിവ്? തശ്മലുൽ അഹാദീസുൽ വാരിദത്തു ഫിൽ അദ്കാർ. ദിക്റുകളെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ മൗലൂദിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നതിനെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ തെളിവ് ദിക്റിന്റെ തെളിവാണ്. ദിക്ർ ചെല്ലാൻ ഒരുമിച്ച് കൂടുന്നത് അള്ളാഹുവിനെ കുറിച്ച് ദിക്റിന്റെ മജ്‌ലിസ്, അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്ന മജ്‌ലിസാണ്. ഇത് ഒരുമിച്ച് കൂടുന്നതിന് പുണ്യം പറയുന്ന ഹദീസുണ്ട്. അങ്ങനത്തെ മജ്‌ലിസ് ഇരുന്നാൽ കൂലി പറയുന്ന ഹദീസുണ്ട്. അത് മൗലൂദ് ഓതാൻ തെളിവാക്കിയിരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുന്നത്ത് പറഞ്ഞത്. അങ്ങനെയാ ഫതാവൽ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഹുക്മ സുന്നത്താണ് എന്ന് പച്ചയായി പറയാ. അപ്പൊ സുയൂത്തിനെ വിട്ടു. സുയൂത്തി ബിദ്അത്തിന് ഹസനത്തെന്നാ പറഞ്ഞത് അല്ലേ? അസ്കലാനി പറഞ്ഞ അസ്ലുൽ അമലി ബിദ്അത്തെന്നാ പറഞ്ഞത്. പിന്നെ എങ്ങനെ സുന്നത്താവും? സുന്നത്താകണമെങ്കിൽ ഒന്നുകിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് വേണം, അല്ലെങ്കിൽ അവിടുത്തെ പ്രവൃത്തി വേണം, അല്ലെങ്കിൽ അവിടുത്തെ അംഗീകാരം സഹാബത്ത് ചെയ്തിട്ട് റസൂൽ അംഗീകരിച്ചതുണ്ടാകണം. അപ്പൊ മുസ്ലിയാർ ഒരു കളി, മൗലവി ഒരു കളി കളിച്ചത് നിങ്ങളാ പറയുന്ന സുന്നത്തല്ല, ഫിഖ്ഹിൽ പറയുന്ന ഒരു സുന്നത്തുണ്ട്. അതേതാ? ഫർള് അല്ലാത്തത്. എടുത്താൽ കൂലിയുണ്ട്, ഒഴിച്ചാൽ ശിക്ഷയില്ലാത്ത സുന്നത്ത്. ളുഹറിന് മുമ്പ് 2 റക്അത്ത് സുന്നത്താണെന്ന് പറഞ്ഞാൽ എന്താ? ആ 2 റക്അത്ത് ഫർളല്ല, അത് ആ സുന്നത്താണ്. അതിനും വേണ്ട മൗലവി തെളിവ്. അങ്ങനെ ഒരു സുന്നത്ത് സ്ഥാപിക്കണമെങ്കിൽ റസൂൽ ഒന്നുകിൽ പറയുകയോ അവിടുന്ന് പ്രവർത്തിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാതെ കാര്യം സുന്നത്താകുമോ? ഇല്ലല്ലോ. അപ്പൊ ഒരു ഫർദ് നിസ്കാരത്തിന് ശേഷം റസൂൽ പഠിപ്പിക്കാത്ത സുന്നത്ത് നിസ്കാരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. അതിനും വേണം യഥാർത്ഥത്തിൽ തെളിവ്. വ്യക്തമായി തന്നെ ജമ്മുൽ ജമാമിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നദ്ബ് അല്ലെങ്കിൽ സുന്നത്ത് എന്നൊക്കെ പറഞ്ഞെന്താ? അൽ ഫിഅലുൽ മത്ലൂബ് ത്വലബൻ ഗൈറ ജാസിം. ശറഅ ആവശ്യപ്പെട്ട കാര്യം, നിർബന്ധമല്ലാത്ത നിലക്ക് ശറഅ ആവശ്യപ്പെട്ട കാര്യം. അതാണ് ഫത്വൽ ബാരി അസ്കലാനി പറഞ്ഞു, വൽ മുറാദ് ബിൽ കിതാബി അൽ ഖുർആൻ. കിതാബും സുന്നത്തും എന്ന് പറയുമ്പോൾ കിതാബ് കൊണ്ട് ഉദ്ദേശം ഖുർആൻ. അൽ മുതഅബ്ബദ് ബി തലാവതി, ഓതിയാൽ അതുകൊണ്ട് കൂലി കിട്ടും, ഓത്തുകൊണ്ട് ഇബാദത്താക്കാവുന്ന ഖുർആൻ. വബിസുന്ന, സുന്നത്ത് കൊണ്ട് ഉദ്ദേശം മാജാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൽ നിന്ന് വന്നത്, മിൻ അഖ്വാലിഹി, അവിടുത്തെ വാക്കുകളായി, വഅഫ്ആലിഹി, അവിടുത്തെ പ്രവൃത്തികളായി, വതഖരീരിഹി, അവിടുത്തെ അംഗീകാരമായി, വമാ ഹമ്മ ബിഫഇലിഹി, നബി ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷെ ചെയ്യാൻ സാധിച്ചില്ല, മുമ്പ് മരിച്ചുപോയി, എന്നാൽ അതും സുന്നത്താണ്. ഇങ്ങനെയുള്ള തെളിവിന്റെ പിൻബലത്തിലില്ലാത്ത സുഹൃത്തുക്കളെ ഒരു സുന്നത്തും സ്ഥാപിക്കപ്പെടുന്നതല്ല എന്നതാണ് വാസ്തവം. ഇതുകൊണ്ടാണല്ലോ തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ പറഞ്ഞത്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മൗലിദ് കഴിക്കാൻ എന്നുള്ള പണി മുമ്പ് പതിവില്ലാത്തതാണ്. അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. ഞാൻ ആദ്യത്തെ 3 തലമുറ കഴിഞ്ഞിട്ട് വന്നതാണ്. എന്നിട്ടോ അത് മൂപ്പര അഭിപ്രായം പറഞ്ഞതല്ല. ജോനകപ്പുറം ഭാഗത്ത് ജീവിച്ച തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ എന്ന എന്റെ അഭിപ്രായമല്ല. അദ്ദേഹം പറയാണ്, എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. എന്റെ അഭിപ്രായം പറഞ്ഞതല്ല, സീറത്തുൽ ഹൽബിയിൽ സഹാബി പറഞ്ഞിട്ടുണ്ട്. സഹാബിന്റെ വാക്ക് ഇആനത്തുൽ താലിബീനിലുണ്ട്. ഫത്ഹുൽ മുഈന്റെ ഹാശിയ സയ്യിദ് ബക്കരിയുടെ ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ. മൗലിദ് കഴിക്കുന്ന ഈ പരിപാടി 3 നൂറ്റാണ്ടിന് ശേഷം പുതുതായി ഉണ്ടായതാണ്. ഹദസ എന്ന് പറഞ്ഞാൽ മുൻ മാതൃകയില്ലാതെ പുതുതായി ഉണ്ടായത്. ചെറിയ രൂപത്തിലെങ്കിലും മുമ്പ് ഉണ്ടായിരുന്നതാണെങ്കിൽ, അതിലൊരു മോഡിഫിക്കേഷൻ വരുത്തിയതാണെങ്കിൽ അതിന് ഹദസ എന്ന് പറയില്ല. ഒരസുരമില്ലാതെ, ഒരിതുമില്ലാതെ, മുൻഗാമികളെ ഒന്നും ചെയ്യാതെ പുതുതായി ഒരു മുൻ മാതൃകയില്ലാതെ നവീകരിച്ചുണ്ടാക്കിയതാണ്. എന്നിട്ട് മുസ്ലിം ഇവിടെ പ്രസംഗിച്ച മൗലവി പറയാ, ഇവർ ഇത് മാത്രമേ പറയുള്ളൂ, അതിന്റെ അപ്പുറത്ത് തഴവ മൗലിനെ അനുകൂലിച്ചിട്ടുണ്ട്. നബിക്കുള്ള മൗലിദ് വീട്ടിലും മോദേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ തഴവ മൗലിദിനെ അനുകൂലിക്കുന്ന ആളല്ല? മൗലിദിനെ അനുകൂലിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. 300 കൊല്ലം കഴിഞ്ഞാണ് ഈ ഏർപ്പാടുണ്ടായത്.
അപ്പൊ പിന്നെ മുസ്ലിയാരുടെ മൗലവിയുടെ വേറെ ന്യായം, ഖിറാഅത്തുൽ മൗലിദ് പണ്ടേണ്ട്, അമലുൽ മൗലിദ് പിന്നുണ്ടായതാണ്. ഖിറാഅത്തുൽ മൗലിദ് ഓതൽ എന്തായി? മൗലിദ് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ പ്രശംസിച്ചുകൊണ്ട് ഗദ്യപദ്യ സമ്മിശ്രമായി എഴുതപ്പെട്ട കിതാബ്, അത് വായിക്കൽ സഹാബത്തിന്റെ താബീങ്ങളിൽ കാലത്തുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അന്നുണ്ടായിരുന്ന സബീന ഏതാ? എന്ത് തട്ടിപ്പ് ഇവിടെ മൗലവി നടത്തിയറിയോ? നിങ്ങളെ നാട്ടുകാരനായ ഇവിടെ ഉണ്ടെന്നാ അയാൾ കേട്ടത്. അയാൾ നടത്തിയ തട്ടിപ്പ് എന്താണെന്നറിയോ? ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിരുന്നില്ലല്ലോ റസൂലിന്റെ കാലത്ത്, അതുപോലെ മൗലീദും ക്രോഡീകരിക്കപ്പെട്ടിരുന്നില്ല. ഖുർആൻ പിന്നീടല്ലേ ക്രോഡീകരിച്ചത്, അതുപോലെയാണ് മൗലീദും പിന്നീടാണ് ക്രോഡീകരിച്ചത്. തട്ടിപ്പിന്റെ ഊക്ക് നോക്കണം. ഞാൻ ചോദിക്കട്ടെ, ആരാണ് റസൂലുള്ളാഹിന്റെ കാലത്ത്, സഹാബത്തിന്റെ കാലത്ത് റസൂലിന്റെ മൗലീദ് എഴുതി വെച്ചിരുന്നത്? റസൂലുള്ളാഹിന്റെ ജന്മദിനമോ ജന്മമാസമോ നോക്കി ചൊല്ലുന്ന ഗദ്യപദ്യ സമ്മിശ്രമായ മൗലിദ്. ഇവിടെ പറയുന്നത് ഉഹുദ് മലയോളം സ്വർണ്ണമുണ്ടായിരുന്നുവെങ്കിൽ അത് റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്നതിന് വേണ്ടി ഞാൻ ചെലവഴിക്കുമായിരുന്നു. അമലുൽ മൗലിദിന് മുമ്പിൽ പറഞ്ഞ അർത്ഥം തരാം, വിശാലമായ ആഘോഷം, ഭയങ്കരമായ ആഘോഷം. അത് സഹാബത്തിന്റെ കാലത്തിന് ശേഷം ഉണ്ടായത്, താബീങ്ങളുടെ കാലത്തിന് ശേഷം ഉണ്ടായത്. പിന്നെന്താ അസംബസരി പറഞ്ഞത്? വെറും മൗലൂദ് ഓതാൻ എന്താ അത്ര ചെലവ്? ഉഹുദ് മലയോളം സ്വർണ്ണം ഉണ്ടായാലും ഓതാൻ എന്താ ചെലവ്? അന്ന് ഓർത്തേള്ളൂ, ഖിറാഅത്തുള്ളൂ എന്നല്ലേ നിങ്ങളെ വാദം. അപ്പൊ അങ്ങനെ തന്നെ വൈരുദ്ധ്യങ്ങളാ സുഹൃത്തുക്കളെ. കളവ് പറഞ്ഞ അങ്ങനെയാണ്. സമസ്തക്കാരവരെ യുവജന സംഘടന SYSന്റെ മുഖപത്രത്തിൽ എഴുതിയതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പകർത്തിയ ആദ്യ നൂറ്റാണ്ടുകാരുടെ കാലത്ത് ഇങ്ങനെ ഒരു ജന്മദിനം കൊണ്ടാടേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നില്ല. 1981 ഡിസംബർ 18 സുന്നി വോയിസ്. പിന്നെ പറയാ, ഹിജ്റ 4-ാം നൂറ്റാണ്ട് മുതൽ മുസ്ലിം ലോകത്ത് ഈ സമ്പ്രദായം നടപ്പിലാവുകയും തദ്വിഷയകമായി നിരവധി ഗ്രന്ഥങ്ങൾ വിരചിതമാവുകയും ചെയ്തു. 3-ാം നൂറ്റാണ്ടിന് ശേഷം മൗലിദ് കിതാബുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയെന്നാണ് ഇയാൾ പറയുന്നത്. ഇതിൽ പേരാ നമ്മൾ വിശ്വസിക്കാം. മാത്രമല്ല, ഇത് സുന്നത്താണെന്ന വാദത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പോലും യഥാർത്ഥത്തിൽ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവരുടെ അൽബയാനിൽ മുമ്പ് ലേഖനം എഴുതിയിരുന്നു. അൽബയാൻ 1951 ഒക്ടോബർ. അതിൽ പറയുന്ന നിങ്ങളൊന്ന് കേട്ടോളൂ. ഒട്ടാകെ ഇതിന്റെ രത്നച്ചുരുക്കം കുറെ പറഞ്ഞത് സുന്നത്തുകളും വിദഅത്തുകളും സുന്നത്തുകളും എന്ന ലേഖനത്തിൽ പറയാ, മൗലൂദ് മുതലായ കാര്യാദികൾ ഹലാലായ വിദഅത്താണെങ്കിൽ തന്നെ, ഹലാലായ വിദഅത്താണ് ആണെങ്കിൽ തന്നെ ഖാലിസായ നിയ്യത്തോടുകൂടി കുറ്റങ്ങൾ കലരാതെ നിർവഹിക്കുന്നതായാൽ കൂലി കിട്ടുമെന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നടപ്പിലുള്ള മൗലൂദ്, പാട്ട് മുതലായവയ്ക്ക് ദീനിയായ യാതൊരു സ്ഥാനവും കൽപ്പിക്കുന്നില്ലെങ്കിൽ തന്നെ, അപ്പൊ ദീനിയായൊരു സ്ഥാനം ആരും കൽപ്പിക്കുന്നില്ല. സമസ്തക്കാരെ പറയുന്നത് ദീനിയായൊരു സ്ഥാനവും കൽപ്പിക്കുന്നില്ലെങ്കിൽ തന്നെ യാതൊരു